വിദ്യാർത്ഥികളുടെ സമയമാറ്റത്തിനെതിരായ സമരത്തിൽ സമസ്തയിൽ ഭിന്നത. ലീഗ് സ്പോൺസേഡ് സമരമെന്നാണ് ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ നിലപാട്. അതിനിടെ മദ്രസ തലം മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ സമരം നടത്തുമെന്ന് സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ സമയമാറ്റത്തിനെതിരെ സമസ്ത നേരത്തെ രംഗത്തെത്തിയിരുന്നു. രാവിലെയും വൈകുന്നേരവുമായി 15 മിനിറ്റ് വീതം വർദ്ധിപ്പിച്ചത് മദ്രസ പഠനത്തെ സാരമായി ബാധിക്കുന്നതായാണ് പരാതി. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും അനുകൂലമായ നിലപാടുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരപ്രഖ്യാപനവുമായി സമസ്തയുടെ കീഴിലുള്ള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ രംഗത്തെത്തിയത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സമയനഷ്ടം പരിഹരിക്കാൻ മറ്റു വഴികൾ തേടണമെന്ന് സമരപ്രഖ്യാപനം നടത്തിയ സമസ്ത മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. സമയമാറ്റം പിൻവലിക്കും വരെ പോരാട്ടം തുടരും. മദ്രസ തലം മുതൽ സെക്രട്ടേറിയറ്റ് മാർച്ച് വരെയുള്ള സമരപരിപാടികളും പ്രഖ്യാപിച്ചു. അതേസമയം സമരം മുസ്ലിം ലീഗ് സ്പോൺസേഡ് എന്ന വിമർശനമാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗത്തിനുള്ളത്. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമായിരുന്നുവെന്നും ലീഗ് വിരുദ്ധ ചേരി പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ ലീഗ് ജനറൽ സെക്രട്ടറി PM.A. സലാം തള്ളി. പക്ഷേ സമസ്ത പ്രഖ്യാപിച്ച സമരത്തിൽ ലീഗില്ല. മുസ്ലിം ലീഗ് അത് സംബന്ധിച്ച് ആലോചിച്ച് കുറച്ചുകൂടി വ്യക്തമായ തീരുമാനം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ബന്ധപ്പെട്ട ആളുകളുമായി, മതപഠനം നടത്തുന്ന സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്തിട്ടേ അത് സംബന്ധിച്ച് അവസാന നിലപാടിലേക്ക് ഗവൺമെൻറ് വരാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതിന് ഭാവിയിൽ എന്ത് ചെയ്യണമെന്നുള്ളത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. സമസ്തയുടെ കീഴിലുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇരുപക്ഷവും തമ്മിൽ രൂക്ഷമായ ഭിന്നതകൾ നിലനിൽക്കുകയാണ്. നിയമാവലി അട്ടിമറിച്ച് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതായാണ് ആരോപണം. നിയമാവലി അട്ടിമറിച്ച് SMFന്റെ കമ്മിറ്റികളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും രാഷ്ട്രീയക്കാരും കടന്നുകൂടിയെന്നും ലീഗ് വിരുദ്ധ വിഭാഗം ആരോപിക്കുന്നു. ജിഫ്രി തങ്ങൾക്ക് ശേഷം പുതിയ റിട്ടേണിംഗ് ഓഫീസറായി തെരഞ്ഞെടുത്തത് കേന്ദ്ര മുഷാവറ അംഗം MT അബ്ദുള്ള മുസ്ലിയാരെയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്.